ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിരളത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. സിനിമ 4ാമത്തെ ഞായറാഴ്ച കൂടിയായ 25 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ജൂൺ 18 ആമസോൺ പ്രൈം വഴി OTT റിലീസിന് തയ്യാറെടുക്കുന്ന ഈ സിനിമ ഇന്ന് ഞായറാഴ്ചയും മികച്ച കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള 24 ദിവസം കൊണ്ട് കേരളത്തിൽ 88,78,00,000 കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ 25ാം ദിവസം എന്ന ഞായറാഴ്ച കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 70 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 25 ദിവസം കൊണ്ട് കേരളത്തിൽ 89,50,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 236 കോടിയുടെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെ സിനിമയുടെ 25 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 237 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മോളിവുഡ് ടൈംസ് തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 2ാമത്തെ ഞായറാഴ്ച കൂടിയ 10 ദിവസമാണ് പിന്നിടുന്നത്. നസ്ലിൻ നായകനെ അഭിനവ് സുന്ദർ നായകൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 8,49,00,000 കളക്ട് ചെയ്തിട്ടുണ്ട്. 9 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ കളക്ട് ചെയ്തത് 1,58,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 9 ദിവസം കൊണ്ട് 10,07,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ വരെ കളക്ട് ചെയ്തത് 17,40,00,000 രൂപയായിരുന്നു. ഇനി 10ാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 60 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 9,10,00,000 റേഞ്ചിലാണ് ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 18 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തി തമിഴ്നാടിനൊപ്പം കേരളത്തിലും മികച്ച വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ 3ാമത്തെ ഞായറാഴ്ച കൂടിയ 18 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 27,28,00,000 രൂപയായിരുന്നു. കേരളത്തിൽ 14,31,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8,56,00,000, കർണാടകയിൽ 4,70,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 21 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 55,06,00,000 രൂപയായിരുന്നു. വിദേശത്ത് $1.49 മില്യൺ, അതായത് 14,20,00,000 രൂപയാണ് ആദ്യ 17 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തത് 69,26,00,000 രൂപയാണ്. ഇനി 18ാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമ ദൃശ്യം 3-ക്കൊപ്പം തന്നെ മികച്ച കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ 65-70 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 18 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 15 കോടി റേഞ്ചിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ 72 കോടി റേഞ്ചിലാണ് ആദ്യ 18 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുത്ത തമിഴ് സിനിമയാണ് കറുപ്പ്. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത ഈ സിനിമ ആമസോൺ പ്രൈം വഴി OTT സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണ്. OTTയിലും മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പോഴും തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ശനിയാഴ്ച മാത്രം തമിഴ്നാട്ടിൽ 65 ലക്ഷം റേഞ്ചിൽ ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിരുന്നു. അങ്ങനെ 30 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 167,83,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 40 കോടിക്കാണ് സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് തമിഴ്നാട്ടിൽ വിറ്റഴിച്ചിരുന്നത്. നിലവിൽ 77,75,00,000 രൂപ ഷെയറായി തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രോഫിറ്റ് മാത്രം തമിഴ്നാട്ടിൽ കിട്ടിയിരിക്കുന്നത് 37,75,00,000 രൂപയാണ്. കേരളത്തിൽ ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 14,42,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 30 ദിവസം കൊണ്ട് 247,73,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 328,84,00,000 രൂപയുമാണ് കറുപ്പ് നേടിയെടുത്തിരിക്കുന്നത്. മെയ് 22 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ മറാഠി സിനിമയാണ് ഡ്യൂൾ ബാൻഡ് 2. മറാഠിയിലും ഹിന്ദിയിലുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ മഹാരാഷ്ട്രയിൽ മാത്രം 79,14,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഗോവ 1,14,00,000, കർണാടക 77 ലക്ഷം, ഗുജറാത്ത് 43 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യ 3 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം 81,51,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വിദേശത്ത് 46 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 81,97,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. കേവലം 9,80,00,000 മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി മാത്രം കിട്ടിയിരിക്കുന്നത് 38,10,00,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.